ലോകകപ്പ് ഫുട്ബോൾ വേദികളിൽ ലാറ്റിൻ അമേരിക്കൻ കരുതരായ അർജന്റീന ടീമിനെ കാണുമ്പോൾ പലരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അവരുടെ നിരയിൽ കറുത്ത വർഗ്ഗക്കാരായ കളിക്കാർ ഉണ്ടാകുന്നില്ല എന്നത്. ബ്രസീൽ, ഉറുഗ്വേ തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ വിജയങ്ങളിൽ ആഫ്രിക്കൻ വംശജരായ താരങ്ങൾ നിർണായക പങ്ക് വഹിക്കുമ്പോഴാണ് അർജന്റീനയിൽ ഈ വംശീയ ഏകതാനത പ്രകടമാകുന്നത്. ഇത് കേവലം ഒരു യാദൃശികതയല്ല, മറിച്ച് അർജന്റീനയുടെ ചരിത്രത്തിൽ ബോധപൂർവം നടന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. ഒരു കാലത്ത് അർജന്റീനയിലെ ജനസംഖ്യയിൽ വലിയൊരു പങ്ക് കറുത്ത വർഗ്ഗക്കാരായിരുന്നു. 1778 സെൻസസ് പ്രകാരം ആ രാജ്യത്തെ ജനസംഖ്യയുടെ 37% കറുത്ത വർഗ്ഗക്കാരായിരുന്നു. തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലെ 1/3 ജനങ്ങളും ആഫ്രിക്കൻ അടിമകളുമായിരുന്നു. അടിമ കച്ചവടത്തിലൂടെ ആഫ്രിക്കയിൽ നിന്നും എത്തപ്പെട്ടവരായിരുന്നു ഇവർ. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ ജനവിഭാഗം ജനസംഖ്യാ രേഖകളിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും മായ്ക്കപ്പെട്ടു. ഇതിന് ചരിത്രകാരന്മാർ പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, രക്തരൂക്ഷിതമായ യുദ്ധങ്ങളാണ്. അതായത് അർജന്റീനയുടെ സ്വാതന്ത്ര്യ സമരങ്ങളിലും പരാഗ്വേക്കെതിരായ ട്രിപ്പിൾ അലയൻസ് യുദ്ധത്തിലും കറുത്ത വർഗ്ഗക്കാരായ പുരുഷന്മാരെയാണ് സൈന്യത്തിന്റെ മുൻനിരയിൽ പടയാളികളായി ഉപയോഗിച്ചത്. അത് ആ വിഭാഗത്തിലെ പുരുഷ ജനസംഖ്യ ഗണ്യമായി കുറയാൻ കാരണമായി. മറ്റൊന്ന്, മഞ്ഞപ്പനി വന്നതാണ്. 1871 ബ്യൂണസ് ഐറിസിൽ പടർന്നു പിടിച്ച മഞ്ഞപ്പനി ഏറ്റവും കൂടുതൽ ബാധിച്ചത് ദരിദ്രരായ കറുത്ത വർഗ്ഗക്കാർ താമസിച്ചിരുന്ന ചേരി പ്രദേശങ്ങളിലായിരുന്നു. കൃത്യമായ ചികിത്സയോ പാർപ്പിട സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ഈ മഹാമാരിയിൽ വലിയൊരു വിഭാഗം തുടച്ചു നീക്കപ്പെട്ടു. മറ്റൊന്നാണ് ബോധപൂർവമായ വെളുപ്പിക്കൽ നയം. അർജന്റീന ഒരു യൂറോപ്യൻ രാജ്യമാക്കി മാറ്റാൻ ആഗ്രഹിച്ചിരുന്ന അന്നത്തെ പ്രസിഡന്റ് ഡൊമിംഗോ ഫോസ്ജിനോ സർമന്റിയോ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ യൂറോപ്യൻ കുടിയേറ്റത്തെ വ്യാപകമായി പ്രോത്സാഹിപ്പിച്ചു. ഇതേസമയം കറുത്ത വർഗ്ഗക്കാരെ വ്യവസ്ഥാപിതമായി പാർശ്വവൽക്കരിക്കുകയും ചെയ്തു. അക്കാലത്ത് കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ തങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതമായ ഭാവിക്കായി വെളുത്ത വർഗ്ഗക്കാരുമായി ലയനം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായി. ലേഖനത്തിൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അർജന്റീനയിൽ പൂർണ്ണമായും കറുത്തവർ എന്ന വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മൊറോച്ചോ എന്ന് തവിട്ട് നിറമുള്ള, ഇരുണ്ട നിറമുള്ള അല്ലെങ്കിൽ ആ ടാൻ കളേർഡായിട്ടുള്ള ജനവിഭാഗം ഉണ്ട്. ഫുട്ബോൾ ഇതിഹാസം ഡിയാഗോ മറഡോണയെ അർജന്റീനയിൽ പലപ്പോഴും ഇത്തരത്തിലാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആഫ്രിക്കൻ ആദിവാസി വംശപാരമ്പര്യമുള്ള മറഡോണ അർജന്റീനിയൻ ഫുട്ബോളിന്റെ മുഖമായി മാറിയെങ്കിലും ഒരു വെളുത്ത രാജ്യമായി സ്വയം അടയാളപ്പെടുത്താൻ ശ്രമിച്ച അർജന്റീനയുടെ ചരിത്രത്തിൽ ഇത്തരം വംശീയ മിശ്രണങ്ങൾ പലപ്പോഴും മറച്ചു വെക്കപ്പെട്ടു. നിലവിലെ അർജന്റീന ടീമിലെ പല താരങ്ങളെയും അർജന്റീനയിലെ വംശീയ വർഗീകരണം അനുസരിച്ച് മൊറോച്ചോ അഥവാ ഈ ടാൻഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്നവരാണെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. അർജന്റീന ടീമിൽ കറുത്ത വർഗ്ഗക്കാർ കളിച്ചിട്ടേയില്ല എന്ന ധാരണ തെറ്റാണെങ്കിലും ചരിത്രത്തിൽ അവരുടെ സാന്നിധ്യം വളരെ കുറവാണ്. അലജാൻഡ്രോ ജെലോ സാൻഡ്രോസ് 1920കളിൽ അർജന്റീനയുടെ ദേശീയ ടീമിൽ കളിച്ച ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ ഫോർവേഡ് താരമാണ്. ടീമിലെ അദ്ദേഹം 5 മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊരാൾ ഹെക്ടർ ബാലിയായിരുന്നു. 1978 ലോകകപ്പ് നേടിയ അർജന്റീന ടീമിലെ ബാക്കപ്പ് ഗോൾ കീപ്പറായിരുന്നു അദ്ദേഹം. എന്നാൽ ഫസ്റ്റ് ചോയ്സ് കീപ്പർ അല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഇറങ്ങാൻ അവസരം ലഭിച്ചിട്ടില്ല. കറുത്ത വർഗ്ഗക്കാരെ ജനസംഖ്യയിൽ നിന്ന് ലയിപ്പിച്ച് കളഞ്ഞെങ്കിലും അർജന്റീനയുടെ സംസ്കാരത്തിൽ അവരുടെ സ്വാധീനം ഇപ്പോഴുമുണ്ട്. അർജന്റീനയുടെ ലോക പ്രശസ്തമായ ടാങ്കോ നൃത്തരൂപത്തിന്റെ വേരുകൾ ആഫ്രിക്കൻ വംശജരിൽ നിന്നുള്ളതാണ്. കൂടാതെ കാൻജോബെ എന്ന പരമ്പരാഗത സംഗീത രൂപവും ഇവരുടെ പൈതൃകമാണ്. യഥാർത്ഥത്തിൽ കറുത്ത വംശ പരമ്പര ഇല്ലാതാവുകയല്ല, മറിച്ച് തലമുറകളിലൂടെ അവരെ വെളുത്ത വർഗ്ഗക്കാരിലേക്ക് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്.